നമുക്ക് തോന്നും ടെക്നോളജി കുറിച്ചു എല്ലാം അറിയാമെന്ന്. പക്ഷേ ഇപ്പോ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ ത്രില്ലടിപ്പിക്കും. ലോകത്തിലെ ആദ്യ കമ്പ്യൂട്ടർ വൈറസ് 1986-ലാണ് ഉണ്ടായത്. പേര് ബ്രെയിൻ. ലോകത്ത് കൂടുതൽ ആളുകൾക്ക് ഫോൺ ഉണ്ട്, ടോയ്ലറ്റിനേക്കാളധികം. ആദ്യ കമ്പ്യൂട്ടർ ലോഗിൻ പാസ്വേഡ് 1 2 3 4 5 6 ആയിരുന്നു. 1991 ലോഞ്ച് ചെയ്ത ലോകത്തിലെ ആദ്യ വെബ്സൈറ്റ് ഇന്നും ഓൺലൈനിലാണ്. ലോകത്തിലെ 90% ഡാറ്റയും കഴിഞ്ഞ 2 വർഷത്തിനുള്ളിലാണ് ഉണ്ടാകുന്നത്. ആദ്യ ക്യാമറയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ 8 മണിക്കൂർ എടുത്തിരുന്നു. ഗൂഗിൾ ഒരു സെക്കൻഡിൽ 99,000 സെർച്ച് പ്രോസസ്സ് ചെയ്യുന്നു. നിങ്ങളുടെ ഫോൺ മൂൺ ലാൻഡിംഗിനുപയോഗിച്ച കമ്പ്യൂട്ടറിനേക്കാൾ പവർഫുള്ളാണ്. കമ്പ്യൂട്ടറിൽ ബഗ് എന്ന പദം പ്രയോഗിച്ചത് ഒരു മോട്ടോർ മെഷീനിൽ കുടുങ്ങിയതിനെ തുടർന്നാണ്. 1980-ൽ പുറത്തിറങ്ങിയ ആദ്യത്തെ 1 ഗിഗാബൈറ്റ് ഹാർഡ് ഡിസ്കിന് ഭാരം 500 പൗണ്ടായിരുന്നു. 1971-ലാണ് സിമ്പിൾ ആദ്യമായി ഇമെയിലിൽ ഉപയോഗിച്ചത്. ആദ്യ യൂട്യൂബ് വീഡിയോ നിയർ ദ സൂ 2005 ഏപ്രിൽ 23-നാണ് അപ്ലോഡ് ചെയ്തത്. ദിവസേന 6 ബില്യൺ ഇമോജികൾ അയക്കപ്പെടുന്നു. ആദ്യത്തെ SMS സന്ദേശം പറഞ്ഞത് മെരി ക്രിസ്മസ് എന്നായിരുന്നു. ഇന്റർനെറ്റിന്റെ ഭാരം ഏകദേശം 50 ഗ്രാം വരും. ഇലക്ട്രോണുകളായി കണക്കാക്കിയാൽ ഇന്റർനെറ്റിലത്തെ ട്രാഫിക്കിന്റെ പകുതിയിലധികവും ബോട്ടുകളാണ്, മനുഷ്യരല്ല. 1997-ൽ ഒരു കമ്പ്യൂട്ടർ ആദ്യമായി ഒരു മനുഷ്യനെ ചെസ്സിൽ തോൽപ്പിച്ചു. അതായിരുന്നു ഡീപ് ബ്ലൂ. ജപ്പാനിൽ ഒരു റോബോട്ടുണ്ട്, അതിന് മനുഷ്യന്റെ എമോഷൻസ് മനസ്സിലാക്കാൻ കഴിയും. USB-യെ ഒറിജിനലായി 2 വശത്തും ചെയ്യാവുന്ന വിധത്തിൽ ആക്കാനായിരുന്നു ഉദ്ദേശം, പക്ഷേ അത് ആദ്യ ശ്രമത്തിൽ ഫെയിൽ ചെയ്തു. ബ്ലൂടൂത്ത് എന്ന പേര് വന്നത് ഒരു വൈക്കിംഗ് രാജാവായ ഹാരോൾഡ് ബ്ലൂടൂത്ത്-മിൽ നിന്നാണ്. ഓരോ മിനിറ്റിലും ലോകത്ത് 16 മില്യൺ ടെക്സ്റ്റ് സന്ദേശങ്ങൾ അയക്കപ്പെടുന്നു. ആദ്യ ഐഫോണിന്റെ പ്രോസസ്സിംഗ് പവർ എന്നത് ഇന്നുള്ള ഒരു വാഷിംഗ് മെഷീനേക്കാൾ കുറവായിരുന്നു. ഇന്നത്തെ ലോകത്ത് 30 ബില്യൺ കണക്റ്റഡ് ഡിവൈസുകൾ ഉണ്ട്. സാധാരണയായി ഒരാൾ ഒരു ദിവസം ഫോൺ 150 തവണ വരെ അൺലോക്ക് ചെയ്യുന്നു. ഗൂഗിൾ, ആപ്പിൾ, ആമസോൺ പോലുള്ള ഭീമൻ കമ്പനികൾ എല്ലാം ഗ്യാരേജിൽ നിന്നാണ് തുടങ്ങിയത്. ഇതൊക്കെ കേട്ടപ്പോൾ ഒന്ന് ഞെട്ടിയില്ലേ? ഇത്തരത്തിൽ കുറെ അറിവുകളും ആസ്വാദ്യവുമായ വീഡിയോകൾ വരാനുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമന്റ് ഇടൂ, ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും കാണാം. ടേക്ക് കെയർ.